We shall now discuss the Bernoulli's theorem. ഈ ബെർണോളീസ് തിയറം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു ഫ്ലൂയിഡ് സ്ട്രീം ലൈൻ എന്ന് പറയുമ്പോൾ സ്റ്റഡി ഫ്ലോ, ഒരു ഫ്ലൂയിഡ് സ്റ്റഡി ആയിട്ടൊരു പൈപ്പിലൂടെയോ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ എനർജി ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് ബെർണോളീസ് തിയറത്തിൽ പറയുന്നത്. അതായത് ഇപ്പം നമുക്കൊരു പൈപ്പ് കൺസിഡർ ചെയ്യാം. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ ഈ എ എന്നുള്ള ഒരു സെക്ഷനും കൺസിഡർ ചെയ്യുന്നു, ഇവിടെ ബി എന്നുള്ള ഒരു സെക്ഷനും കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 എടുത്തു. ഇവിടെ ഫ്ലൂയിഡ് ഉള്ളിലേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ്, വെലോസിറ്റി V1. ഇവിടെയുള്ള ഫ്ലൂയിഡിൻ്റെ പ്രഷർ P1. ഇനി അത് ഈ സെക്ഷനിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വ്യത്യാസമുണ്ട് അല്ലേ. A2 ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇതിൻ്റെ വെലോസിറ്റി V2, ഇവിടുത്തെ പ്രഷർ P2. ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് തിന്നായിട്ട് വരയ്ക്കാം, ഏരിയ ഡിഫറൻസ് ഉണ്ട് എന്ന് കാണിക്കാൻ. ഇനി ഒരു ഹൊറിസോണ്ടൽ ലെവലിൽ നിന്ന് ഈ പൈപ്പിൻ്റെ ഈ ഭാഗത്തുള്ള ഹൈറ്റ് H1 എടുത്തു. ഇവിടെ ഈ B എന്നുള്ള സെക്ഷൻ്റെ ഹൈറ്റ് H2, ഈ ഹൈറ്റ് H2. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ ഫ്ലൂയിഡ് പൈപ്പിലൂടെ ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവണം അല്ലേ. എ എന്നുള്ള സെക്ഷൻ്റെ ഹൈ പ്രഷറും ബിയിൽ ലോ പ്രഷറും ആയിരിക്കണം. അപ്പോൾ ഈ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഫ്ലൂയിഡ് വിൽ ഫ്ലോ. ഇതിൽ ഈ പ്രഷർ ചെയ്യുന്ന വർക്ക് ഡൺ ബൈ പ്രഷർ കാരണം അതിന് വെലോസിറ്റി കിട്ടുന്നു, അതായത് അതിന് കൈനറ്റിക് എനർജിക്ക് മാറ്റം വരുന്നു. പിന്നെ അതൊരു ഹൈറ്റിലേക്ക് പോകുന്നു. H2 പറയുന്നത് കൂടുതൽ ഹൈറ്റ് ഉണ്ട് H1-നേക്കാൾ, അപ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജിയും കിട്ടുന്നു. അപ്പോൾ വർക്ക് ഡൺ ബൈ ദി പ്രഷർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ ബെർണോളീസ് തിയറത്തിൽ പറയുന്നത്. ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലൂയിഡ് ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് വർക്ക് ഡൺ ബൈ പ്രഷർ, വർക്ക് ഡൺ ബൈ ദി പ്രഷർ ഡിഫറൻസ് കാരണം ഫ്ലൂയിഡിൽ ചെയ്യപ്പെടുന്ന വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ്, വർക്ക് ഡൺ ബൈ പ്രഷർ ഡിഫറൻസ് ഓൺ ദി ഫ്ലൂയിഡ്, അത് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ പറയണം. അറ്റ് സെക്ഷൻ A1 ഈസ് ഏരിയ, V1 ഈസ് എ വെലോസിറ്റി, P1 പ്രഷർ, H1 ഹൈറ്റ് എബവ് ദി ഫിക്സഡ് ലെവൽ. അതുപോലെ അറ്റ് ദ സെക്ഷൻ B A2 V2 P2 ഈസ് എ പ്രഷർ, H2 ഈസ് എ ഹൈറ്റ് എബവ് ദി ഫിക്സഡ് ലെവൽ. അത് പറഞ്ഞ ശേഷം വി ഹാവ് ടു സേ ദാറ്റ് വർക്ക് ഡൺ ബൈ പ്രഷർ ഡിഫറൻസ് ഓൺ ദി ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു, വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല നമുക്കറിയാം. എന്താണ് വർക്ക് ഡൺ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഫോഴ്സ് എന്താണ്? പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. ഇനി ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വോളിയം ആണ്. ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഈസ് വോളിയം. ഓക്കെ, സോ ദ വർക്ക് ഡൺ ഈക്വൽ ടു പ്രഷർ ഇൻറ്റു വോളിയം എന്ന് കിട്ടി. ഇനി നമുക്ക് വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം, പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ W/V അല്ലേ. W/V എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ. ഇനി അറ്റ് ദി എൻഡ് എയിൽ ഈ അറ്റത്ത് പ്രഷർ P1 ആണ്, അറ്റ് ദി എൻഡ് B ദ പ്രഷർ ഈസ് P2. അപ്പോൾ ദ നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് P1 മൈനസ് P2 ആണ്. P1 ആണ് ഹയർ വാല്യൂ, ഹൈ പ്രഷർ ഉള്ളത് കൊണ്ടാണ് ഇവിടെ നിന്ന് ലോ പ്രഷറിലേക്ക് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്, ഓൺ ദി ഫ്ലൂയിഡ് പെർ യൂണിറ്റ് വോളിയം. അതാണ് അടുത്ത സ്റ്റെപ്പ്. നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് പെർ യൂണിറ്റ് വോളിയം ഈക്വൽ ടു P1 മൈനസ് P2.
ഇനി ഈ വർക്ക് കാരണം കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എത്രയാണ്? ½ mv² ആണ്. ½ mv². കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുമ്പോഴോ ആ കൈനറ്റിക് എനർജിനെ നമ്മൾ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ, ക്യാപിറ്റൽ V കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മാസ് ബൈ വോളിയം എന്താണ്? ഡെൻസിറ്റിയാണ്. ½ ρv². ഈ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ് റോ. ഇനി V1 V2 ആണ് ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റീസ്. ബിഗിനിങ് ഓഫ് ദ പൈപ്പിലും എൻഡ് ഓഫ് ദ പൈപ്പിലും നമ്മളിവിടെ പറഞ്ഞു ഈ ബിഗിനിങ്ങിൽ V1 ആണ് വെലോസിറ്റി, എൻഡ് ഓഫ് ദ പൈപ്പിൽ V2 ആണ്. അങ്ങനെ ആവുമ്പോൾ ദ കൈനറ്റിക് എനർജി ഗെയിൻഡ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് ½ ρ ഇൻറ്റു V2² മൈനസ് V1². സോ ദ കൈനറ്റിക് എനർജി ഗെയിൻഡ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ½ ρ ഇൻറ്റു V2² മൈനസ് V1². V2 ആണ് വലിയ വാല്യൂ, V2² മൈനസ് V1². ഇതാണ് കൈനറ്റിക് എനർജി ഗെയിൻഡ് പെർ യൂണിറ്റ് വോളിയം. ഇനി ഇതേപോലെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. അതായത് ആദ്യം ഈ ഫ്ലൂയിഡിൻ്റെ ഹൈറ്റ് ഫ്രം ദി ഫിക്സഡ് ലെവൽ ഫ്ലൂയിഡിൻ്റെ ഹൈറ്റ് h1 ആയിരുന്നു. അത് കഴിഞ്ഞ് അത് ഈ മുകൾ ഭാഗത്തേക്ക് B എന്നുള്ള എൻഡിലേക്ക് എത്തുമ്പോൾ ഹൈറ്റ് h2 ആയി. അറ്റ് ദി എൻഡ് ഓഫ് ദ പൈപ്പ് ഹൈറ്റ് ഈസ് h2. സോ ദ ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, gain in potential energy per unit volume equal to mgh2 minus mgh1 ആണ്. അതിനെ പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുമ്പോൾ നമ്മൾ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ക്യാപിറ്റൽ V കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ മാസ് ബൈ വോളിയം ഡെൻസിറ്റിയാണ്. സോ വി ഹാവ് ρg h2 മൈനസ് h1. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജി ഗെയിൻഡ് പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി ഗെയിൻഡ് പെർ യൂണിറ്റ് വോളിയം ½ ρ ഇൻറ്റു V2² മൈനസ് V1². ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ρg ഇൻറ്റു h2 മൈനസ് h1. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 - 1 ആണ് രണ്ട് കേസിലും അല്ലേ. വെലോസിറ്റി V2ലാണ് കൂടുതൽ, അതുപോലെ ഹൈറ്റ് h2 ആണ് കൂടുതൽ. പിന്നെ പ്രഷറിൽ മാത്രം ദ വർക്ക് ഡൺ, നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് പെർ യൂണിറ്റ് വോളിയം അത് P1 മൈനസ് P2 ആണ്. P1 ആണ് ഹൈ പ്രഷർ, P2 ലോ പ്രഷറാണ്. ഓക്കെ, സോ ഇതിലിനി നമ്മൾ ചെയ്യുന്നത് ബൈ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വി ഹാവ് by the law of conservation of energy, we have work done per unit volume is equal to gain in kinetic energy per unit volume. Work done per unit volume equal to gain in kinetic energy per unit volume plus gain in potential energy per unit volume. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം എന്നുള്ളത് നമുക്കറിയാം P1 മൈനസ് P2 ഈക്വൽ ടു കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ½ ρ ഇൻറ്റു V2² മൈനസ് V1². പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്താണ്? ρg ഇൻറ്റു h2 മൈനസ് h1. ഓക്കെ, ρg ഇൻറ്റു h2 മൈനസ് h1. ഇനി 2ൻ്റെ ടേംസൊക്കെ ഒരു സൈഡിൽ ഇവിടെ തന്നെ നിർത്തുക, 1 ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. നോക്കൂ, ½ ρ മൈനസ് V1² ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ സൈഡിലേക്ക് എടുക്കുമ്പോൾ, ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ അത് പ്ലസ് ആവും. അതേപോലെ ഇവിടെ ρg മൈനസ് h1 ആണ്. മൈനസ് ρg h1 എന്നുള്ളത് മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. ഈ 2 എന്നുള്ള സഫിക്സ് എല്ലാം റൈറ്റ് സൈഡിലും 1 എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലേക്കും കൊണ്ടുപോവുക. അപ്പോൾ P1 പ്ലസ് ½ ρ
P1 plus half rho V1 square plus rho GH1 ഈക്വൽ ടു ഈ മൈനസ് P2 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പ്ലസ് ആവും, ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2. അപ്പോൾ ഇതാണ് നമ്മൾക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എൻ്റെ എയിലുള്ള ടോട്ടൽ എനർജി, പ്രഷർ എനർജി, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് ഈക്വൽ ടു എൻ്റെ ബിയിലുള്ള ടോട്ടൽ എനർജി. അതായത് നമുക്ക് ജനറൽ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? പി പ്ലസ് റോ V1 റോ V സ്ക്വയർ ബൈ 2 പ്ലസ് റോ GH ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, അപ്പോൾ ഇതാണ് ബെർണോളീസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. പി പ്ലസ് റോ V സ്ക്വയർ ബൈ 2 പ്ലസ് റോ GH ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതായത് ഫോർ ദി സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് എ നോൺ വിസ്കസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. നോൺ വിസ്കസ് എന്ന് പറഞ്ഞാൽ ഹണി പോലെ തേന് പോലത്തെ വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് അല്ല, നമ്മൾ വളരെ ഈസി ഫ്ലോയിങ് ആയിട്ടുള്ള വാട്ടർ, കെറസിൻ പോലെയുള്ള സ്ട്രീം ലൈൻ മോഷൻ. സ്ട്രീം ലൈൻ എന്ന് പറയുമ്പോൾ വളരെ ഓർഡർലി ഫ്ലോ ആയിട്ടുള്ള ഒരു ലിക്വിഡിൻ്റെ കേസിൽ ദി സം ഓഫ് ദി പ്രഷർ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലൂയിഡ് ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ് ബെർണോളീസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഫോർ ദി സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ്, നോൺ വിസ്കസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണ്. ദ ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ്. അതായത് സം ഓഫ് പ്രഷർ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം കണ്ടുപിടിച്ചത് വർക്ക് ഡൺ ബൈ ദി പ്രഷർ ഡിഫറൻസ് അല്ലേ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഫിഗർ വരയ്ക്കണം. ഫിഗറിൽ നമ്മൾ 2 സെക്ഷൻസ് എടുത്തു, എന്നിട്ട് വർക്ക് ഡൺ ബൈ പ്രഷർ ഡിഫറൻസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, നമുക്ക് പ്രഷർ ഇൻറ്റു വോളിയം ആണെന്ന് കിട്ടി. അപ്പോൾ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം എന്നുള്ളത് പ്രഷറാണ്. കാരണം വർക്ക് ഡൺ W എന്ന് പറയുന്നത് W ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, അത് പ്രഷർ ഇൻറ്റു വോളിയം ആണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ വോളിയം പ്രഷറാണ്. നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് P1 മൈനസ് P2. അതുപോലെ കൈനറ്റിക് എനർജി ഗെയിൻഡ് പെർ യൂണിറ്റ് വോളിയം, ഇവിടെ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന് എഴുതണം. ഓൾസോ പൊട്ടൻഷ്യൽ എനർജി ഗെയിൻഡ് പെർ യൂണിറ്റ് വോളിയം എഴുതുമ്പോൾ റോ G ഇൻറ്റു H2 മൈനസ് H1 ആണ് ഇക്വേഷൻ വരുന്നത്. സോ according to law of conservation of energy, work done per unit volume equal to gain in kinetic energy per unit volume plus gain in potential energy per unit volume. അതിൽ നിന്നാണ് നമ്മൾ ഈ ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തുന്നത്. The total energy is a constant. So that is the proof of Bernoulli's theorem.